ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് വളരെ നല്ലൊരു സമ്മാനമാണ് എന്റെ സബോർഡിനേറ്റ്സിൽ നിന്നും കിട്ടിയത്. ലോകകപ്പിനകത്ത് കിടന്ന പ്രതിയെ തുറന്നു വിട്ടിട്ട് യാതൊരു അന്വേഷണവും ഇല്ല. നമ്മൾ ഇനി അന്വേഷിക്കാത്ത ഒരു സ്ഥലം ബാക്കിയില്ല അല്ലേ? ഇവനിത് എവിടെ SP ശകാരിച്ചപ്പോ എനിക്കൊരു അക്ഷരം മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഇങ്ങനൊരു അബദ്ധം ഇതുവരെ ഇവിടെ ഉണ്ടായില്ല അല്ലേ? ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞാൻ അവനെ പിടിച്ചത്. വിശദീകരണം ഒന്നും വേണ്ട. ഒരാഴ്ചക്കകം അവനെ പിടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ആർക്കൊക്കെയാണ് സസ്പെൻഷൻ കിട്ടുക എന്ന് പറയാനാവില്ല. അല്ല, എത്ര ദിവസം കൊണ്ട് പിടിക്കണമെന്ന് പറഞ്ഞത്? ഒരാഴ്ച കൊണ്ട്. എടോ, അതിന് ഇനിയില്ല 8 ദിവസം. അതിന് ഇപ്പഴേ ചാടി കളിക്കണോ? ഇത് ഇത്ര സ്ട്രോങ് ആണെന്നാ തോന്നുന്നത്. പടച്ചോത്ര തടി കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നാ പറയും വേണ്ട. കാണിക്കുന്നത് എന്റെ പാതി ഗോതമ്പ് ഇതിനകത്തിരിക്കുക. എന്നാ അകത്തോട്ട് കൈയിട്ട് വാരിങ്ങ് എടുത്തോ. എന്താ നിങ്ങളുടെ വിചാരം? 1 കിലോ ഗോതമ്പിന് 2 കിലോ പൊടി കിട്ടുവോ? ഇതെന്താ കുറുപ്പേ, നിങ്ങളുടെ മോൻ കൊച്ചു പെമ്പിള്ളേർക്ക് മാത്രമേ ഗോതമ്പ് പൊടിച്ചു കൊടുക്കത്തുള്ളൂ? 1 മണിക്കൂറായി ഞാൻ ഇവിടെ നിൽക്കുന്നു. അവൻ എന്റെ മുഖത്തേക്ക് നോക്കണമല്ലോ. അമ്മണിയമ്മ വിഷമിക്കണ്ട, നിങ്ങളുടെ മുഖത്ത് ഞാൻ നോക്കിക്കൊള്ളാം. അച്ഛാ, ഒന്നിങ്ങോട്ട് നിന്നേ. വല്ലാത്ത ദാഹം. ഞാനൊരു സോഡ കുടിച്ചിട്ട് വരാം. ലീലേ, എന്റെ പുറകെ ഇങ്ങനെ വരരുത്. ആരെങ്കിലും കാണും. എത്ര കാലമാണ് ഇങ്ങനെ കണ്ണിൽ നോക്കി കഴിയുന്നത്? സമയം വരുന്നത് വരെ. നമ്മൾ ഉണ്ടാക്കുന്നല്ലേ സമയം. ഒരു ദിവസം രഹസ്യമായിട്ട് കാണാൻ എന്താ വഴി? നിന്റെ അച്ഛൻ അന്വേഷിക്കും. ചെല്ല്, പോയി ഗോതമ്പ് പൊടിച്ചു കൊടുക്ക്. ഒരു കാര്യം പറയട്ടെ. അത് മില്ലിലെ കുറുപ്പിന്റെ മോൻ ചേർക്കല്ലേ? അതെ. അപ്പൊ ആ കാര്യം പോലീസ് അമ്മാവൻ അറിയില്ലേ? ഏത് കാര്യം? ശ്രീകൃഷ്ണ ചേട്ടന് ലീല ചേച്ചി പ്രേമത്തിലാ. അത് നിനക്കെങ്ങനെ അറിയാം? ഞാനല്ല ആദ്യത്തെ കത്തി ലീല ചേച്ചി കൊണ്ടു കൊടുത്തത്. ഞാനല്ലേ? എവിടെ നോക്കിട്ട് വരുന്നത്? കണ്ണില്ലേ? മനുഷ്യൻ സമയമില്ല, നെട്ടോട്ട് ഓടുമ്പോഴാവും. അതിന് മതിയെങ്കിൽ കൊടുക്കണ്ട. എന്തിനിട്ട് കരയിക്കുന്നേ? എവിടെ നോക്കിയാടി അഹങ്കാരി നടക്കുന്നേ? എന്ത് പറ്റിയിട്ട് നിനക്ക്? എന്തിനാ നീ നടക്കുന്നേ? നിന്നോടാ ചോദിച്ചത്. അമ്മേ, നീ ഞാൻ വേട്ട. അമ്മ പൊടിയെടുത്ത് കുഴയ്ക്ക്. കൊണ്ടവിടെ കൊച്ചിനെടുത്തു. എന്തോന്നാടി ഗോതമ്പൊടിക്കകത്ത് ഇത്രയും കല്ല്? ഇതിന് എന്തോനെ കൊള്ളും? ഗോതമ്പൊടി മണ്ണിൽ വേണതാ. ഈ അസത്ത് നിനക്കെന്റെ കൈ കയറട്ടെ. കൊച്ചു നിന്നെ ഞാൻ നോക്ക്. ശരി, എന്റെ കൊച്ചിന്റെ ദേഹത്ത് കൊള്ളരുത്. അവിടെ ഒരു കൊച്ച് ഞാൻ വളർത്തിയാറി 3 എണ്ണത്തിന്. അവളൊരു തൻകാര്യക്കാരി. എല്ലാവരും തൻകാര്യക്കാരി തന്നെ. ഇവളെങ്കിലും ചൊവ്വായിരിക്കും ഞാൻ വിചാരിച്ചു. ഗോതമ്പൊടി എങ്ങനെയാ റോഡിൽ വീണെന്ന് അമ്മ ചോദിച്ചോ? എങ്ങനെയാടി? എങ്ങനെയാ ഗോതമ്പൊടി മണ്ണി പോയതെന്ന്? ഞാൻ പറയാം. ലീല ചേച്ചിയുടെ പ്രേമ പോലീസ് അമ്മാവൻ കണ്ടുപിടിച്ചു. പ്രേമോ? എന്റെ രാമൂർത്തി ഭഗവതി. ആ മാധവക്കുറുപ്പിന്റെ മോനുമായിട്ട് ഇവൾക്ക് പ്രേമം. രണ്ടുപേരും സല്ലപിക്കുന്ന നടു റോഡിൽ. മതി, തല്ലിയിട്ടൊന്നും കാര്യമില്ല. തലയിലെടുത്ത് പോലെ വരട്ടെ. അവളെങ്കിലും രക്ഷപ്പെടട്ടെ. ആങ്ങളെ കണ്ടുപിടിക്കുന്നതിന്റെ പുറകെ ഇറങ്ങി പോയാലേ അവക്ക് എന്റെ ഗതി തന്നെ വരും. ഞാൻ ഒരുത്തിനെ ഇഷ്ടപ്പെട്ടപ്പോ നിങ്ങൾ എല്ലാരും കൂടെ ചന്ദ്രഹാസം ഇളക്കിയല്ലോ. എന്നിട്ട് എന്തായി? കിട്ടിയതൊരു കോന്തനെ. ഇതിപ്പോ പ്രേമം വരെ എത്തിയിട്ടുള്ളെന്നാ തോന്നുന്നത്. അവളുടെ കല്യാണം ഇനി നീട്ടിക്കൊണ്ടുപോയാ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കി വെക്കും. ഒരു നല്ല ബന്ധമല്ലേ, അതങ്ങ് നടത്തി കൊടുത്തേക്കണം. അതിനാ തന്ത സമ്മതിക്കണ്ടേ? സ്ത്രീധനമായിട്ടൊരു മില്ല് വേണമെന്ന് പറഞ്ഞാ ഞാൻ എവിടെ പോകും? പെണ്ണ് മിടിക്കുകയാണെങ്കിൽ ചെറുക്കനിങ്ങ് പോരും. ദോ വരുന്ന അടുത്ത മാരണം. ഒരാഴ്ചക്ക് 1000 രൂപ കിട്ടിയില്ലെങ്കിൽ കട ഞാൻ കിട്ടണ വിലക്ക് വെക്കും. വിൽക്കാനാണ് നിന്റെ തന്തയുടെ വകയല്ല. എനിക്ക് സ്ത്രീധനം കിട്ടിയത് എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. നീ എന്താ കാണിക്കുന്നു? വന്ന് പറയട്ടെ. നാക്കടുത്ത അടികൊള്ളി തന്നെ പറയൂ. പ്രഭാര, നമ്മളൽപ്പം ഒതുങ്ങി പോകുന്നതാ നല്ലത്. പെണ്ണ് നമ്മുടേതാ. കൊച്ചു ഒരെണ്ണായി. കൊച്ചൊന്നല്ല, 2 ആവാൻ പോകുന്നു. എങ്കിൽ പിന്നെ ഒതുങ്ങിയാ പോരാ, ശരിക്കും കുനിഞ്ഞു കൊടുക്കണം. എങ്ങനെയെങ്കിലും ചെന്ന് നീ കുറച്ച് കാശുണ്ടാക്കി കൊടുക്കും. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പോലീസ് കള്ളനാവണം.
നീ ചെല്ല്. ദാമോദരനെ ഞാൻ പറഞ്ഞു തണുപ്പിച്ചോളാം, എല്ലാം ശരിയാവും. എവിടെ ശരിയാവാൻ? ദാമോദര വാ, പിന്നല്ലാതെ എല്ലാത്തിനും വഴി ഉണ്ടാക്കാന്നേ. താൻ നീ വാ. ആരാത്? അവിടെ നിൽക്കടാ. ദാ. ഞാൻ സതിയാ. സതിയെയും ശീലാവതിയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ആ ബാഗിനെടുത്ത് ഇതിലൊന്നും ഇല്ല സാറേ. ഇങ്ങോട്ട് ഇത്രയും രൂപയോ? നീ ആള് കൊള്ളാമല്ലോടി. സാറേ ചതിക്കല്ലേ, ഒരു അത്യാവശ്യത്തിന് വെച്ചിരിക്കുന്നതാ. സത്യമാ സാറേ ഞാൻ പറയുന്നത്. എന്റെ അമ്മ സുഖമില്ലാതെ ഗവൺമെന്റ് ആശുപത്രി കിടക്കിയ. കൈക്കൂലി മുമ്പേറായി കൊടുത്തില്ലെങ്കിൽ ആ കാലമാടൻ ഡോക്ടർ ഓപ്പറേഷൻ നടത്തത്തില്ല. 2-3 ആഴ്ച കഷ്ടപ്പെട്ടിട്ടാ ഇത്രയും പൈസ ഞാൻ ഒരുമിച്ചുണ്ടാക്കിയത്. 250 രൂപ ഞാൻ എടുത്തു. നീ കടവായിട്ട് കരുതിയാ മതി. 2 ദിവസം തിരിച്ചു തന്നേക്കാം. തരണേ സാറേ. ഇതാ 250 രൂപയുണ്ട്. ഈ പൈസ ഞാൻ ഉണ്ടാക്കാൻ പെട്ട പാട്. തൽക്കാലം ഇതുകൊണ്ട് സമാധാനപ്പെടാൻ പറയാളോട്. വല്ലതും കഴിച്ചിട്ട് പോമോനെ. കഴിച്ചോളാം, ഇപ്പൊ ഡ്യൂട്ടിയില്ല. വാസു, നീ എന്നെ പേടിപ്പിച്ചു പറഞ്ഞോടാ. നീ കയ്യും വീശി നടക്കുന്നു, ഞാനിവിടെ രാവുകൾ തീ നിന്ന് നടക്കുന്നു. നീ കാണണം. ഞാൻ കാണണം. അതെ, നീ കാണണം. തെക്കേപ്പാട്ട് ജൂലേഴ്സിൽ നീയല്ല മോഷണം നടത്തിയത്. പോലീസ് തന്നെ എന്റെ പേരിലാണ് കേസ് ചേർത്തിരിക്കുന്നത്. ഇപ്പൊ എന്റെ പേര് 2 കേസാ. മോട്ടിച്ചതിനും ലോക്കപ്പിൽ നീ അടിയനും. എന്നെ ഇവിടെ എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോയാലോ? 2ലും നിശ്ചയിച്ചിട്ട് പോയാ മതി. മോട്ടിച്ചത് നീ തന്നെയാ, ഞാനത് കണ്ടുപിടിച്ചു. ഇനിയിപ്പോ എന്തോ നിശ്ചയിക്കാനാ? കള്ളനും പോലീസും കളിയില് അങ്ങനെ പലതും നടക്കും. നാളെ നീ മോഷ്ടിക്കുന്ന നവന്മാർ എന്നെ പിടിച്ചെന്നിരിക്കും. എനിക്കിനി ജയിലിൽ പോകാൻ വയ്യ. നിന്റെ കുറ്റം നീ ഏറ്റാ പറ്റൂ. നീ പോടാ. എന്താടാ? അയ്യോ വാസു, ഓടിവായോ. കാലിനെന്ത് പറ്റി? കാലിനിടെ പോയി. വലിച്ചിട്ട് വരുന്നില്ലേ? ഇല്ല. നല്ലപോലെ വലിച്ചു നോക്ക്. വരുന്നില്ല. സത്യം? സത്യം. നീ അന്ന് പറഞ്ഞ 14 തന്നെയാ ഇന്ന് നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ചാടിച്ചത്. ഓടിവായേ, പരിപാടി വാസുവിനെ പിടിച്ചേ, പിന്നെ പിടിച്ചേ, ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചേ. നിന്റെ അവസാനം എന്റെ കൈ കൊണ്ട് തന്നെയാ.